രൂപത്തിലും ഭാവത്തിലും സൗകര്യങ്ങളിലുമൊക്കെ അടിമുടി മാറാൻ ഒരുങ്ങുകയാണ് ദുബായിലെ കിസൈസ് ഏരിയ. കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1, 2, 3, 4, 5 എന്നീ മേഖലകളിൽ താമസിക്കുന്ന 60,000-ഓളം ആളുകളുടെ ജനജീവിതത്തിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സുപ്രധാനമായ ചില മാറ്റങ്ങളാണ് അവിടെ ഇനി വരുന്നത്. കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ട് ട്രാഫിക് ബ്ലോക്ക് തന്നെ. അപ്പോൾ ഈ ഗതാഗതക്കുരുക്ക് ഏകദേശം പകുതിയല്ല അതിലധികം കുറയ്ക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നതെന്ന് ദുബായ് RTA അവരുടെ ഔദ്യോഗികമായ സൈറ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നിലവിൽ 1 മണിക്കൂറിൽ 500 വാഹനങ്ങൾ ഇരുദിശകളിലും കടന്നു പോകാൻ ശേഷിയുള്ളൊരു റോഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഈ 1 മണിക്കൂറിൽ 500 എന്നുള്ളത് 1500 വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന തരത്തിൽ വിപുലമാക്കിയിട്ടുണ്ട്. പുതുതായി 32 റോഡുകൾ അത് ഏകദേശം 10 കിലോമീറ്റർ ദൈർഘ്യത്തിൽ കണക്ട് ചെയ്യുന്നു. 43,000 മീറ്റർ നീളത്തിൽ പലയിടങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ 25ഓളം റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ, 320ഓളം വർക്ക്ഷോപ്പുകൾ, മറ്റ് കടകൾ, സ്കൂളുകൾ ഇവയൊക്കെ കൂടുതൽ കണക്ട് ചെയ്യുന്ന ആക്സസ് പോയിന്റുകൾ വർദ്ധിക്കുമെന്നുള്ളതാണ്. അതുപോലെ അമാൻ സ്ട്രീറ്റും ദമാസ്കസ് സ്ട്രീറ്റും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 4 സ്ട്രീറ്റുകളെ കൂടുതൽ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങളും ഈ പുതിയൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് ഷാർജ ബോർഡറിൽ വരുന്ന ഈ കിസൈസ് ഏരിയ ധാരാളം മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ റെസിഡൻഷ്യൽ മേഖലയായതുകൊണ്ടും ഒപ്പം തന്നെ ഒരുപാട് വ്യവസായങ്ങളും ഓഫീസുകളുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ പൊതുജനജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വരുന്ന ജൂൺ 1-ാം തീയതി മുതൽ ദുബായിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദുബായ് മുനിസിപ്പാലിറ്റിയും ഈ കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം ആരംഭത്തിൽ തന്നെ ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് വന്നതായിരുന്നു. ജൂൺ 1-ാം തീയതി മുതൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒരു ആരംഭഘട്ടം എന്നുള്ള രീതിയിൽ ഈ കഴിഞ്ഞ ജനുവരി മാസം മുതൽ തന്നെ നമ്മളൊക്കെ ഷോപ്പുകളിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ കിട്ടുമായിരുന്നെങ്കിലും അതിന് 25 ഫിൽസ് നമ്മൾ കൊടുക്കണമായിരുന്നു. ഇനി ഈ ഒരു രീതിയും അനുവദിക്കില്ല. പൂർണ്ണമായ ഒരു നിരോധനമാണ് സിംഗിൾ യൂസ് ബാഗുകൾക്ക് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബാഗ് ആയിക്കോട്ടെ, പേപ്പർ ബാഗ് ആയിക്കോട്ടെ. അപ്പോൾ ഇതിന് ബദലായി നമ്മൾ സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള അനുവദനീയമായ ബാഗുകൾ കൊണ്ടുപോകേണ്ടി വരുമെന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ വരുന്ന ജൂൺ 1-ാം തീയതിക്ക് ശേഷവും ഇത്തരത്തിലുള്ള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗുകൾ നമ്മൾ കടകളിൽ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ 200 ദർഹംസാണ് ഫൈൻ. ഈ ഒരു തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിക്കുമെന്നുകൂടി ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചിരിക്കുന്നു. ഇന്ന് 2024 മെയ് 26-ാം തീയതി അൽവാസൽ ക്ലബിന് സമീപത്ത് ഊതുമേത്ത റോഡിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഇന്റേണൽ സ്ട്രീറ്റുകളിലുമൊക്കെ ഗതാഗതക്കുരുക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദുബായ് RTAയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി 7:30 മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്താണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അൽവാസലും ഷബാബ് അൽ-അഹ്ലിയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം നടക്കുന്നതുകൊണ്ടാണ് ആളുകളുടെ ഒരു ഒഴുക്ക് അങ്ങോട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ദുബായ് RTA ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകേണ്ടി വരുന്ന ആളുകളുണ്ടെങ്കിൽ ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും ഉചിതമെന്നുകൂടി RTA അറിയിച്ചിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനം റദ്ദാക്കൽ പരമ്പര ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് മെയ് 26-ാം തീയതി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും മസ്കറ്റിലേക്കും പോകേണ്ട 2 വിമാനങ്ങൾ ജീവനക്കാരുടെ ഒരു അഭാവത്തെ തുടർന്ന് ക്യാൻസൽ ചെയ്ത വിവരം യാത്രക്കാർക്ക് ലഭിക്കുകയുണ്ടായി. കരിപ്പൂരിൽ നിന്ന് ഇന്ന് രാത്രി 8:25-ന് റിയാദിലേക്ക് പുറപ്പെടേണ്ട വിമാനവും 11 മണിക്ക് മസ്കറ്റിലേക്ക് പോകേണ്ട വിമാനവുമാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. നേരത്തെ കൂട്ടി അറിയിക്കാതെയുള്ള ഈ വിമാനം റദ്ദാക്കൽ ഇപ്പോൾ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്ത ആളുകൾ ഇതിനോടകം വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അനിശ്ചിതത്വം തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ടിക്കറ്റുകൾ എടുക്കാൻ പ്രവാസികൾ മടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.